സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ASTC റൂളിനെ കുറിച്ചാണ്. ഇതിലിപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഗ്രാഫ് വന്നിട്ടുണ്ട്. യൂഷ്വലി നമുക്ക് ഉണ്ടാവുന്ന ഗ്രാഫ് വരെ. അപ്പോൾ ഈ ഓരോ എന്താ പറയുക ഡിവിഷൻസുകളും ഓരോ ക്വാഡ്രൻറ്റുകളും 90 ഡിഗ്രി വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാത്തിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഡിഫറൻസ് വരുന്നത് 90 ഡിഗ്രി ആണല്ലോ. സോ നമുക്ക് ഫസ്റ്റത്തെ സൈഡിൽ 0 × 19 0 ടു 1 × 90 ആണ്. 1 × 19 വരെ, അതായത് 90. സോ 0 to 19. അപ്പോൾ അടുത്തത് വരുമ്പോൾ 2 × 19 180. അടുത്തത് വരുമ്പോൾ 3 × 19 217. പിന്നെ വരുമ്പോൾ 4 × 19 360. ഇതേപോലെ പോവും. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ കണങ്ങിക്കൊണ്ടെടുക്കും. 4 × 90 കഴിഞ്ഞ് കഴിയുമ്പോൾ 5 × 90 വരും, പിന്നെ 6 × 90 വരും, 7 × 90 വരും, 8 × 90 വരും, 10 അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന എല്ലാ ആംഗിളുകളും പോസിറ്റീവ് ആയിരിക്കും വാല്യൂസ്. അതായത് ഇപ്പോൾ sin 40 അത് 0 to 90 ഇടയിലാണ്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പോൾ sin 40ൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ സൈൻ, കോസ്, ടാൻ എല്ലാ ട്രിഗ്നോമെട്രിയുടെ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. ആ ആംഗിളുകൾ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ആംഗിളുകളൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ സൈനും കൊസീക്കും മാത്രമായിരിക്കും പോസിറ്റീവ് ഉണ്ട്, അതായത് 90 to 180. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ 270 to 360 ആണ് കേട്ടോ. അതായത് 4 × 19 360 വരും. അപ്പോൾ 270 to 360 അതേപോലെ അങ്ങനെ വരും. ഇപ്പം നെഗറ്റീവ് ആംഗിൾസ് ഡിഗ്രീസ് വരില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ASTC റൂൾ. ഓൾ പോസിറ്റീവ്, സൈനും കോസും പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്, കോസും സീക്കും പോസിറ്റീവ്. അപ്പോൾ ASTC. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ sin 30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, 30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പോൾ sin 30യുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ടാൻ 185 എന്ന് പറയുമ്പോൾ 180, അതായത് 185 വരുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ടാൻ പോസിറ്റീവാണ് അവിടെ. അപ്പോൾ ടാൻ 185 പോസിറ്റീവ്. കോസ് 185 എന്ന് പറയുമ്പോൾ പക്ഷേ കോസ് വരുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് പോസിറ്റീവ് വരിക, തേർഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കോസ് 185 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇതേപോലെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് വാല്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ASTC റൂൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ചും കൂടി വലിയ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് cos A = 4/3 ആണെങ്കിൽ ഫൈൻഡ് ഓൾ ദ T ratios ഓഫ് A. ഈ T ratios ഓഫ് A എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസിനെയാണ്. അതായത് cos A, tan A, cot A ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആകെ നമുക്ക് തന്നിരിക്കുന്നത് cot A = 4/3 ആണ്. ബാക്കിയുള്ളത് sin A, cos A, tan A, sec A, cosec A ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. സോ കോട്ട് A എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് കോട്ട് A = ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. സോ കോട്ട് A = ബേസ് ബൈ പെർപെൻഡിക്കുലർ = 4/3 എന്ന് വരും. അതായത് 4:3 റേഷ്യോയിൽ വരും. അപ്പോൾ ഈസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ ഡിവിഷൻ ഫ്രാക്ഷൻ ഫോം മാറ്റാൻ വേണ്ടിയിട്ട് 4x 3x എന്ന് എടുക്കാം നമുക്ക് ആ വാല്യൂസ്. അതായത് ഒരു ട്രയാങ്കിളിലെ ബേസ് 4xും പെർപെൻഡിക്കുലർ 3xും ആക്കി നമുക്ക് എടുക്കാം. പൈത്തഗോറസ് തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നൊക്കെ. സോ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ഇവിടെ നമുക്ക് ബേസ് എന്താണെന്ന് പറയാം, പെർപെൻഡിക്കുലർ എന്താണെന്ന് പറയാം. നമുക്ക് കോട്ട് A = ബേസ് ബൈ പെർപെൻഡിക്കുലർ, അതായത് 4/3 എന്നൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഇത്. സോ ബേസ് എന്ന് പറയുമ്പോൾ 4x² പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 3x² എന്നും നമ്മൾ എഴുതും. ഓക്കെ, ഇനി
4 സ്ക്വയർ എന്നിട്ടാ 16. സോ 16x² പ്ലസ് 3 3s are 9. 9x² എന്നും വരും. ഓക്കെ, ഇനി 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 25. സോ 25x² എന്ന് വരും. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഇക്വൽ ടു റൂട്ട് ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നാവും. അപ്പോൾ ആ സ്ക്വയറിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ മാറി റൂട്ടാവും. സോ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഇക്വൽ ടു റൂട്ട് 25x² എന്ന് വരും. 25 എന്താ 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 5 × 5 ആണ് 25. അപ്പോൾ 5x എന്ന് വരും നമുക്ക്. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി സൈൻ, കോസ്, ടാൻ ഒക്കെ ചെയ്യാനായിട്ട് ബേസും പെർപെൻഡിക്കുലറും ഹൈപ്പോട്ടന്യൂസും ഉണ്ട് കയ്യിൽ. സോ നമുക്ക് ആ പണ്ട് നമ്മൾ പഠിച്ച റെസിപ്രോക്കലും അതും ഇതൊക്കെ ഇട്ടിട്ട് ടി റേഷ്യോസ് കണ്ടുപിടിക്കാം. സോ സൈൻ എ ഈസ് ഇക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ അല്ലേ? അതെ. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എന്താ 3x/5x എന്ന് വരും. ഈ 3x/5xലെ എക്സ് നമ്മൾ അങ്ങ് വെട്ടിക്കളയും. അപ്പോൾ 3/5 എന്ന് വരും. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഏത് കോഡ്രൻ്റ് ആണെന്ന് തന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ കോട്ട് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ചിലപ്പോൾ ഓൾ പോസിറ്റീവിലാണ് വന്നിരിക്കണമെങ്കിലോ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വന്നിരിക്കണമെങ്കിലോ, അതുകൊണ്ട് നമ്മൾ +or-3/5 എന്ന് എഴുതും. കോസ് എന്ന് പറയുമ്പോൾ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണല്ലോ. സോ ഇവിടെ ഇപ്പോൾ ബേസ് ആയിട്ടുള്ളത് 4x ആണ്. 4x ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 5x. മുമ്പ് ചെയ്തതുപോലെ എക്സും വെട്ടിപ്പോവും. പോസിറ്റീവ് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് അറിയാത്തതുകൊണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 4/5 എന്ന് എഴുതും. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളുടെ ടാൻ എ ആണ്. സോ ടാൻ എ ഈസ് ഇക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. കോട്ടയുടെ റെസിപ്രോക്കലാണല്ലോ ടാൻ എ. അപ്പോൾ നമുക്കത് സുഖമായിട്ട് എഴുതാം. പെർപെൻഡിക്കുലർ ബൈ ബേസ് ഈസ് ഇക്വൽ ടു 3/4. ടാനും കോട്ടും എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. കോട്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും ടാൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് സംശയമില്ലാണ്ട് 3/4 എന്ന് സുഖമായിട്ട് എഴുതാം. നെക്സ്റ്റ് ഇനി വരുന്നത് സി കെ ആണ്. സി കെ കോസയുടെ റെസിപ്രോക്കലാണ്. സോ നമുക്ക് കോസ എന്ന് പറയുമ്പോൾ 4/5 ആണല്ലോ. പോസിറ്റീവ് ഓർ നെഗറ്റീവ് 4/5 നമ്മൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് 5/4 എന്ന് എഴുതും. ഇനി കൊസീക്ക എന്ന് പറയുമ്പോൾ എന്താ സൈനയുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് 5/3 എന്ന് എഴുതും. ഓക്കെ അല്ലേ? അതെ, 5/3 എന്ന് എഴുതും. ഇതോടുകൂടി നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഫസ്റ്റ് സൈൻ എ ഈസ് ഇക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് തന്നിരിക്കുന്നത് ഏത് ക്വാഡ്രൻ്റാണെന്ന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. സോ സൈൻ എ ഈസ് ഇക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് 3/5. കോസ് എ ഈസ് ഇക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് 4/5. ടാൻ എ ഈസ് ഇക്വൽ ടു പോസിറ്റീവ് 3/4 ട്ടാ. കാരണം കോട്ടിൻ്റെ റെസിപ്രോക്കലാണ് ടാൻ. കോട്ടിൻ്റെ വാല്യൂ പോസിറ്റീവിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ടാൻ എ കിട്ടി. കോട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സി കെ ഈസ് ഇക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് 5/4. കൊസീക്ക ഈസ് ഇക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് 5/3. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ കോസ് 0.6 എന്നാണ് പറയുന്നത്. ഒരു ഫ്രാക്ഷൻ ഫോമിലല്ല. അതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇൻറ്റു 10 ചെയ്ത് കഴിയുമ്പോൾ 6/10 കിട്ടും. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കിയിട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ചെയ്യാം. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.